കറണ്ട് ഇട്ട് കഴിഞ്ഞാൽ KSEB കക്കും, കറണ്ട് ഇട്ടില്ലെങ്കിൽ കുറുവാ സംഘം കക്കും. ഞാൻ KSEB എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മൾ കേരളക്കാരൊക്കെ അധികവും ചർച്ച ചെയ്യുന്നൊരു സംഭവമാണ് വൈദ്യുതി നിരക്ക് കൂട്ടിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് ആ ചേട്ടൻ പറയുന്നത് വളരെ കറക്റ്റാണ്. കറണ്ട് ഇട്ട് കഴിഞ്ഞാൽ KSEB കക്കും, കറണ്ട് ഇട്ടില്ലെങ്കിൽ കുറുവാ സംഘം കക്കും. ഞാൻ KSEB എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ സർക്കാർ എന്ന് പറയാനേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഗവൺമെൻറ്. അപ്പോൾ കറണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ് കക്കും, കറണ്ട് ഇട്ടില്ലെങ്കിൽ കുറുവാ സംഘം കക്കും എന്നുള്ള അവസ്ഥയിലാണ്. കുറുവാ സംഘം കക്കുന്നത് പറയാതെ ആണെങ്കിൽ ഗവൺമെൻറ് കക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. അതായത് എന്തിനാണ് ഇവർ ഈ വൈദ്യുതി ബില്ല് കൂട്ടുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എത്ര പൈസ വെച്ച് കൂട്ടും അത് പലർക്കും അറിയാൻ പാടില്ല. അത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അതിൻ്റെ എല്ലാ കണക്കും പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമ്മൾ അന്തം വിട്ടിരിക്കും കേട്ടോ. ഇവർ പറയുമ്പോൾ 16 പൈസയെ കൂട്ടുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും 16 പൈസയൊക്കെ കൂട്ടിയാൽ മതി ഒരു സാധാ കുടുംബത്തിൻ്റെ ബഡ്ജറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ. അത് പറയുമ്പോൾ 16 പൈസയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാലും കണക്ക് കൂട്ടി വരുമ്പം വലിയൊരു പൈസേൻ്റെ മാറ്റം അതിനകത്ത് വരുന്നുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇത് കറണ്ട് ബില്ല് കൂട്ടുന്നത്? കേരളത്തിൽ മഴയില്ലാത്തത് കൊണ്ടാണോ? അതോ കേരളത്തിൽ കറണ്ടിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞത് കൊണ്ടാണോ? അതോ നമ്മളെ ഭരിക്കുന്ന ആൾക്കാർക്ക്, നമ്മുടെ ജനപ്രതിനിധികൾക്ക് ലാഭിഷത്തിന് ചിലവാക്കാനായിട്ടാണോ? ഈ മന്ത്രിമാരും MLA മാരും അവരുടെ ശമ്പളം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനൊന്നും പാർലമെൻറ്റിൽ ഒരു കുഴപ്പമില്ല. നിയമസഭയിലെ പെട്ടെന്ന് തന്നെ എല്ലാം പാസ്സാക്കി വിടും. ശമ്പളത്തിൻ്റെ കാര്യമാണല്ലോ. സാധാരണക്കാരുടെ വരുമാനം വർദ്ധിക്കുന്നില്ല, പക്ഷേ ചിലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏതൊരു പാർട്ടി വരും എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ശരിയാവുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് എന്തായാലും. അപ്പം റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു ന്യൂസുണ്ട്. അതായത് ഇതിൻ്റെ വിലവർദ്ധനവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വർഷം വർദ്ധിക്കുന്നത് പോലെ തന്നെ അടുത്ത വർഷവും വർദ്ധിക്കും. ആ കാര്യം ആരും മറന്നുപോകല്ലേ. ഈ വർഷം വർദ്ധിപ്പിച്ചിട്ട് ഇതിവിടെ തന്നെ നിൽക്കുമെന്ന് വിചാരിക്കേണ്ട. അടുത്ത വർഷം ഇതുപോലെ തന്നെ വർദ്ധിപ്പിക്കും. കാരണം നമ്മുടെ ആൾക്കാർക്കൊക്കെ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പോയി ചിലവ് നടത്തണം. ഇതൊന്നും അവരുടെ പൈസ കൊണ്ടല്ല കേട്ടോ പോകുന്നത്. അതുപോലെ ഇവിടെ മെസ്സിനെ കളിക്കാൻ കൊണ്ടുവരണം. അതുകൂട്ട് വലിയ വലിയ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത്. മെസ്സിനെ കളിക്കാൻ കൊണ്ടുവരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഒരു സ്പോൺസറെ കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ കേരളത്തിന് കുറച്ച് പൈസ ബാക്കിയുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇത് കേരളത്തിൻ്റെ ഖജനാവ് കാലിയാണ്. പക്ഷേ 250 കോടി രൂപയും 200 കോടി രൂപയൊക്കെ മുടക്കി ആ ടീമിനെയൊക്കെ കേരളത്തിൽ കളിപ്പിക്കാൻ കൊണ്ടുവരാന്നാണ്. കേരളത്തിൻ്റെ ലെവൽ മാറും, പക്ഷേ ആൾക്കാരുടെ ജീവിത നിലവാരം മാറാതെ കേരളത്തിൻ്റെ ലെവൽ എന്തൊരു മാറിയിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ പിന്നെ ഒരു സ്പോൺസറെ കിട്ടണം. എന്നാണ് ഞാൻ ആ ന്യൂസ് ഒന്ന് കേൾപ്പിച്ചു തരാം. നമുക്ക് നോക്കാം യൂണിറ്റിന് പഴയ നിരക്കും ഇന്നലെ മുതൽ വന്നിരിക്കുന്ന നിരക്കും. തീർച്ചയായിട്ടും പ്രഷർ നിങ്ങളുടെ വീട്ടിൽ ആവശ്യമില്ലാതെ ഇട്ടിരിക്കുന്ന ലൈറ്റും ഫാനും ഉടൻ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തിന് നല്ലത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. 300 യൂണിറ്റ് ഉപയോഗിക്കുന്നവർക്കും ഇതേപോലെ കണക്ക് നോക്കിയാൽ 48 രൂപയാണ് ഈ മാസം മുതൽ വൈദ്യുതി ചാർജ് അധികമായി വരാൻ പോകുന്നത്. 48 രൂപ. അടുത്ത വർഷമാകുമ്പോഴോ 48 പ്ലസ് 36 84 രൂപയായിരിക്കും അടുത്ത വർഷം ഒരു മാസം നിങ്ങളുടെ ബില്ലിൽ വരാൻ പോകുന്ന വർധനവ്. 400 ആണെങ്കിൽ വീണ്ടും വർദ്ധിക്കുന്നു എന്നർത്ഥം. 16 വീതം 4 എന്ന് പറയുമ്പോൾ 54 രൂപയായിരിക്കും നിങ്ങൾക്ക്, ക്ഷമിക്കണം, 64 രൂപയായിരിക്കും നിങ്ങൾക്ക് യൂണിറ്റിന് കൂടാൻ പോകുന്നത് എന്നർത്ഥം. 48 പ്ലസ് 16 64 എന്ന കണക്കായിരിക്കും. അതായത് ശരാശരി 400 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തിന് 64 രൂപയായിരിക്കും അവരുടെ മാസ വൈദ്യുതി നിരക്ക് എന്ന് പറയുന്നത്. ഈ മാസം മുതൽ തന്നെ, ഇന്നലെ മുതൽ തന്നെ ഈ യൂണിറ്റ് നിരക്ക് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും യൂണിറ്റിന് 12 പൈസ എന്ന നിലയിൽ കൂടും. 100 യൂണിറ്റിന് 12, 200 യൂണിറ്റിന് 24, 300 യൂണിറ്റിന് 36, 400 യൂണിറ്റ് ആകുമ്പോഴേക്കും 48, 64 48 112 രൂപയായിരിക്കും അടുത്ത വർഷം മുതൽ 400 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഇടത്തരം കുടുംബത്തിലെ വൈദ്യുതി ചെലവിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരിക എന്നുള്ളത്. ഇതാണ് നിങ്ങളുടെ ഗാർഹിക ബഡ്ജറ്റിൽ ഉണ്ടാകാൻ പോകുന്ന വ്യത്യാസം. ഇത് ചെറുതാണെന്നാണ് മന്ത്രി പറയുന്നത്. പക്ഷേ ഒരു ഇടത്തരം കുടുംബത്തെ സംബന്ധിച്ച് 114 രൂപ അടുത്ത വർഷം മുതൽ കൂടുന്നു. ഇപ്പോൾ കൂടുന്നത് 64 രൂപ എന്നുള്ളത് അത്ര ചെറിയ വർധനയായിട്ട് കണക്കാക്കാൻ കഴിയുമോ എന്നതാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു 400 യൂണിറ്റൊക്കെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ വർഷം, അതായത് ഈ മാസം 64 രൂപയാണ് കൂടാൻ പോകുന്നത്. അത് അടുത്ത വർഷത്തേക്കും കൂടി കൂട്ടുമ്പം 114 രൂപയുടെ അടുത്ത് കൂടും.
ഒരു സാധാ ഫാമിലിയെ സംബന്ധിച്ച് 114 രൂപ എന്ന് പറയുന്നത് വലിയൊരു പൈസയാണ്. ചെറിയ പൈസയൊന്നുമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. 114 രൂപ വെച്ച് 12 മാസത്തേക്ക് കൂട്ടുമ്പോൾ എത്ര പൈസ അധികമായി? ഒരു സാധാരണ ഫാമിലീൻ്റെ ബഡ്ജറ്റ് തെറ്റിക്കാൻ പറ്റുന്നൊരു പൈസയാണ്. അല്ലാതെ നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ ചെറിയൊരു പൈസയെ കൂട്ടുന്നുള്ളൂ, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന പൈസയെ കൂട്ടുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്തിനു വേണ്ടിയാണ് ഈ പൈസ കൂട്ടുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കേരളത്തിൽ മഴയില്ലാത്തതിൻ്റെ കുറവുണ്ടോ, വെള്ളമില്ലാത്തതിൻ്റെ കുറവുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കുറവുള്ളപ്പോൾ ഇവർ പവർ കട്ട് വെക്കുകയാണ് സാധാ ചെയ്യുന്നത്. അത് മഴ കൂടുതലുണ്ടെങ്കിൽ ഇടയ്ക്ക് പവർ കട്ടൊക്കെ വെക്കുന്നതാണ്. പക്ഷേ ഈ പൈസ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ കീശയിൽ നിന്ന് എടുത്തിട്ട് വലിയ വലിയ ആൾക്കാർക്ക് അമേരിക്കയിൽ പോകാനും യൂറോപ്പിൽ പോകാനും ലണ്ടനിൽ പോകാനും ആഫ്രിക്കയിൽ പോകാനൊക്കെ ആയിട്ട് എന്തിനാണ് നമ്മൾ ചിലവാക്കുന്നത്? ഇവിടെ റോഡിൻ്റെ ഗവേഷണം പഠിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ റോഡ് കിടക്കുന്ന അവസ്ഥ അറിയാലോ. കുറേ റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നന്നാക്കാത്ത റോഡ് അതിലും കൂടുതലുണ്ട്. അതിലും വലിയ പ്രശ്നമാണ്. ആലപ്പുഴയിൽ മറ്റ് വിദ്യാർത്ഥികൾ മരിച്ചപ്പം എല്ലാവരും കൂടി ആ വണ്ടി വാടകയ്ക്ക് കൊടുത്ത ആളുടെ പൊക്കത്തേക്കും വണ്ടി ഓടിച്ച പയ്യൻ്റെ പൊക്കത്തേക്കൊക്കെ കയറി. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എത്രയോ പേര് ഇവിടെ റോട്ടിൽ കുഴിയിൽ വീണ് മരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആർക്കെതിരെ പോകണ്ടേ? കോൺട്രാക്ടർക്കെതിരെയോ, അതോ PWD വകുപ്പ് മന്ത്രിക്കെതിരെയോ, അതോ മുഖ്യമന്ത്രിക്കെതിരെയോ, അതോ ഈ റോഡൊക്കെ കണ്ടു പഠിക്കാനായിട്ട് വിദേശത്ത് കറങ്ങി നടന്ന നമ്മുടെ ജനപ്രതിനിധികൾക്കെതിരെയോ? ആർക്കെതിരെയാണ് പോകേണ്ടത്? അപ്പോൾ സാധാരണക്കാരൻ്റെ പൈസ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ലാഭിഷാക്കം കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. കുറുവ സംഘവും നമ്മുടെ ഗവൺമെൻറ്റും ഏകദേശം ഒരുപോലെയാണെന്ന് ഞാനല്ല പറഞ്ഞത്. ഒരു ചേട്ടൻ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആ വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി വളരെ പ്രസക്തമായ ഒരു വീഡിയോ ആണ്. കറണ്ട് ഇല്ലെങ്കിൽ കുറുവ സംഘം കക്കും, കറണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ് കക്കും. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഗവൺമെൻറ് ഇപ്രാവശ്യം പലതരത്തിലുള്ള നികുതികൾ ഭയങ്കരമായ രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അതായത് ഒരു വീട് പണിയുന്ന ആൾക്ക് 12,000 രൂപയിലൊക്കെ അധികമാണ് ഒറ്റയടിക്ക് കൂട്ടിയേക്കുന്ന പൈസ. അതിന് വേണ്ടിയിട്ടാണ് മറ്റേ മാസ്റ്റർ പീസ് ഭയങ്കര പ്രതിഷേധമൊക്കെ നടത്തി. പക്ഷെ തല്ലി ഒതുക്കി. ഏതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്? തല്ലി ഒതുക്കി പാർട്ടിക്കാർ. അപ്പം നമുക്കാർക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ എന്ത് ചെയ്യാനോ, 1 വർഷവും കൂടി 1.5 വർഷം കൂടി സഹിച്ചാൽ മതിയല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് അടുത്ത ഗവൺമെൻറ് വരുമ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. പക്ഷെ വന്ന് നോക്കട്ടെ. അല്ലാതെ ഇപ്പം എന്ത് പറയാനാ, സഹിക്കുക എന്നല്ലാതെ. വരുമാനം കൂടുന്നില്ല, ചെലവുകൾ ചടയെന്ന് പറഞ്ഞു കൂടുന്നുമുണ്ട്. സാധനങ്ങളുടെ വില കൂടുന്നു, ഒന്നും പറയാനില്ല. വൈദ്യുതി നിരക്ക് കൂട്ടുന്നു, ഒന്നും പറയാനില്ല. ഓരോ നികുതികൾ കൂട്ടുന്നു, ഒന്നും പറയാനില്ല. ഇപ്പം എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുമില്ല. കഴിഞ്ഞ ദിവസം ഏതോ പാർട്ടി സമ്മേളനത്തിന് മറ്റേ വഞ്ചൂര് ഒരു റോഡ് മൊത്തം അടച്ചിട്ടേക്കുവാണ്. ഒരു റോഡിൻ്റെ ഒരു സൈഡിൽ കൂടെ മാത്രമേ വണ്ടി വിടുന്നുള്ളൂ, മറ്റേ സൈഡ് മൊത്തം അടച്ച് കെട്ടി മറ്റേ സ്റ്റേജ് ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇത്രയും വൃത്തികേടാണ് ഒരു കോടതിയുടെ മുന്നിൽ കാണിക്കുന്നത്. അപ്പോൾ അത്രയും ചെയ്യാൻ പറ്റുന്നവർക്ക് സാധാരണക്കാരനെ പിഴിയാൻ എന്താണ് ഇത്ര വലിയ പാട്? ഒരു പാടുമില്ല. അപ്പോൾ എന്താണെങ്കിലും അവരവർക്ക് തോന്നുന്ന പോലെ നമ്മൾ നാട്ടുകാർ ഉണ്ടാക്കുന്ന പൈസ അവർക്ക് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ആവശ്യമില്ലാതെ ഫാൻ ഇടാതിരിക്കുക, ആവശ്യമില്ലാതെ ലൈറ്റ് ഓൺ ആക്കാതിരിക്കുക, ആവശ്യമില്ലാതെ AC ഇടാതിരിക്കുക, ഇരുട്ടത്തിരിക്കുക. അത്രേ ഉള്ളൂ. ഇരുട്ടത്ത് ഇരുന്ന് നിങ്ങൾ അനുഭവിച്ചോ, എന്ത് പറയാനല്ലാതെ.